ലോകത്ത് പലയിടത്തും കപ്പലപകടങ്ങൾ നടക്കാറുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ MSC ELSA 3 ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ. യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സ്റ്റെബിലിറ്റി ഇഷ്യൂവും റഫ് വെതറും ആകാം കപ്പൽ മുങ്ങാനുള്ള കാരണം. എന്നാൽ വാർത്താമാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന MSCയെ മാഫിയ ഷിപ്പിംഗ് കമ്പനി എന്നുവരെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇൻഷുറൻസ് പണം തട്ടാൻ 28 വർഷം പഴക്കമുള്ള കപ്പലിനെ സ്ക്രാപ്പിംഗിന് വിടാതെ മനഃപൂർവ്വം മുക്കേണ്ട ആവശ്യമൊന്നും MSCയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് ആവശ്യമില്ല. അതിലും എത്രയോ വലിയ നഷ്ടമാണ് ഇതുമൂലം കമ്പനിക്കുണ്ടാവുന്ന പേരുദോഷം. MT കണ്ടെയ്നർ തീരത്തടിഞ്ഞപ്പോൾ അത് കപ്പൽ മുക്കാനുള്ള കാരണമായി മാധ്യമങ്ങൾ കണ്ടെത്തി. എന്നാൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏതൊരു കപ്പലിലും MT കണ്ടെയ്നർ മുകളിലും ഭാരമുള്ള കണ്ടെയ്നർ താഴെയുമാണ് ലോഡ് ചെയ്യാറുള്ളത്. എത്ര പഴക്കമുള്ള കപ്പലാണെങ്കിലും സീവർത്തരത്തിനുള്ള സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ലഭിക്കാതെ ഒരു കപ്പലിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതല്ല. കപ്പലിലെ ഇൻസ്പെക്ഷൻ മെത്തേഡ് ചുരുക്കിയൊന്ന് പറയാം. ഫ്ലാഗ് ഇൻസ്പെക്ഷൻ അഥവാ ഷിപ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കൺട്രിയുടെ വക ഇൻസ്പെക്ഷൻ. PSC അഥവാ പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ. ഓരോ പോർട്ടിലേക്ക് വരുമ്പോഴും അതത് പോർട്ടുകൾ നടത്തുന്ന ഇൻസ്പെക്ഷൻ ആണത്. ക്ലാസ് സർവേ. ഓരോ കപ്പലിനും ഓരോ ക്ലാസ് ഉണ്ട്. MSC ELSA 3 ക്ലാസ് DNV ആണ്. ക്ലാസ് സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമല്ലെങ്കിലും ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാനും കപ്പലിലെ ക്രെഡിബിലിറ്റി കൂട്ടാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇവയെല്ലാം കപ്പലിന്റെ മുക്കുപോലെയും അരിച്ചുപറക്കി പരിശോധിക്കുന്ന ഇൻസ്പെക്ഷൻസ് ആണ്. റൂൾസ് വയലേഷൻ ആയാൽ ഷിപ്പ് ഡീറ്റെയിൻ ചെയ്ത് റെക്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ യാത്ര തുടരാനാകൂ. ഇതൊന്നും കൂടാതെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റ്സ് എന്നിങ്ങനെ ഇനിയുമുണ്ട് ഇൻസ്പെക്ഷൻസ് വേറെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കപ്പൽ യാത്ര ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇനി കാർഗോയിലേക്ക് വരാം. മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ ഈ ടെക്സ് എന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റൈലുമായി യാതൊരു ബന്ധവുമില്ല. അതൊരു കമ്പനിയുടെ പേര് മാത്രമാണ്. കപ്പലിൽ ലോഡ് ചെയ്യുന്ന ഓരോ കണ്ടെയ്നറുകളും ബിൽ ഓഫ് ലേഡിംഗ്, കാർഗോ മാനിഫെസ്റ്റ് തുടങ്ങിയ കൃത്യമായ കാർഗോ ഡിക്ലറേഷൻ നൽകുകയും VGM അഥവാ കൃത്യമായ കാർഗോ വെയിറ്റും നൽകി ലോഡിക്കേറ്റർ എന്ന സോഫ്റ്റ്വെയറിൽ ലോഡ് ചെയ്ത് കൃത്യമായ ബലാസ്റ്റ് അപ്ലൈ ചെയ്ത് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തിയാണ് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുന്നത്. മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ കണ്ടെയ്നറുകളും അപകടകാരികളല്ല. കെമിക്കലുകൾ പോലുള്ള ഡേഞ്ചറസ് ആയ കാർഗോ ലോഡ് ചെയ്യുന്നത് DG കണ്ടെയ്നറുകളിലാണ്. അത് കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് ലോഡ് ചെയ്യുന്നതും. ഓരോ DG കണ്ടെയ്നറിന്റെയും DG മാനിഫെസ്റ്റ് എന്ന ഡോക്യുമെന്റ് ലഭിച്ചിരിക്കും. കണ്ടെയ്നറിൽ എന്തൊക്കെയാണുള്ളതെന്നും ക്ലാസ്, UN നമ്പർ, മറൈൻ പൊല്യൂട്ടൻ, പാക്കിംഗ് ഗ്രൂപ്പ് എന്നുവേണ്ട ഒരു അപകടമുണ്ടായാൽ പാലിക്കേണ്ട എമർജൻസി പ്രൊസീജിയറും IMDG വോളിയം വഴി വിവരണങ്ങൾ ലഭിക്കും. DG കണ്ടെയ്നർ 9 തരം ക്ലാസുകളായി വിഭജിച്ചിരിക്കുന്നു. ഇതേപോലെ ലേബിൾസും അതിൽ പതിപ്പിച്ചിട്ടുണ്ടാകും. തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ ഇതേപോലെ ലേബിൾസ് കണ്ടാൽ ഒരു കാരണവശാലും ആ കണ്ടെയ്നറെ സ്പർശിക്കരുത്. അത് അപകടകാരികളാണ്. തീരത്തടിഞ്ഞ മാധ്യമങ്ങൾ കണ്ട വെളുത്ത കണ്ടെയ്നർ റീഫർ കണ്ടെയ്നറാണ്. ഇതിൽ മത്സ്യങ്ങൾ, ഡയറി പ്രൊഡക്ട്സ്, മെഡിസിൻസ് തുടങ്ങിയ ഫ്രീസർ ചെയ്യേണ്ട പ്രൊഡക്ട്സ് ക്യാരി ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പൊതുവെ ഇവ ഉപദ്രവകാരികളല്ല. ഇപ്പോൾ നിലവിൽ US ബേസ്ഡ് TNT സാൽവേജ് എന്ന ഏജൻസിയുമായാണ് MSC സാൽവേജ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓയിൽ സ്പിൽ തടയാനുള്ള മുൻകരുതലുകളും MSC ELSA 3 കണ്ടെയ്നറുകൾ, ഫ്യൂവൽ എന്നിവ റിക്കവർ ചെയ്യുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ സാൽവേജ് കമ്പനിയാണ്. സഹായത്തിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, MMD, DG ഷിപ്പിംഗ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളും നിലവിലുണ്ട്. അതിനിടയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക.